ഇനി പറയാൻ പോകുന്നത് ഇടത്തിരികത്ത് കാവിലമ്മയുടെ പിള്ളേര് താലപ്പൊലിയോടനുബന്ധിച്ചുള്ള പറ നിറയ്ക്കൽ ചടങ്ങിനെ കുറിച്ചാണ് കേട്ടോ. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പറയുടെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിന് ചുവടെയായിട്ട് ജി ജോഷ് കെ എന്ന് പറഞ്ഞിട്ടൊരു ഭക്തൻ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഈ ഓരോ ദ്രവ്യത്തിൻ്റെയും ഫലസിദ്ധി ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത്. ഇത് ഓരോ ദ്രവ്യങ്ങൾ ഉപയോഗിച്ചിട്ടാണല്ലോ പറ നിറയ്ക്കുക, അതിൻ്റെയൊക്കെ ഫലസിദ്ധി ഒന്ന് പറയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നെൽപ്പറ, ഇത് നെല്ലുകൊണ്ട് പറ വയ്ക്കുകയാണെങ്കിൽ ഐശ്വര്യവർദ്ധനവിന് വേണ്ടിയിട്ടാണ്, ഇത് ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെൽപ്പറ വെക്കുന്നത്. പിന്നെ മലർപ്പറ വെക്കുന്നത് പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവരൊക്കെ മടിയൊക്കെ മാറിയിട്ട് അതായത് പഠിപ്പിലൊക്കെ നന്നായി ഉയരാൻ വേണ്ടിയിട്ട് പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് മലർപ്പറ നിറയ്ക്കുന്നത്. പിന്നെ ഒന്നാണ് അരിപ്പറ. അരി കൊണ്ട് പറ നിറയ്ക്കുന്നത് അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണെന്ന് പറയാം. എല്ലാ തരത്തിലുമുള്ള അഭിവൃദ്ധികളും അരിപ്പറ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകും എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ പൂക്കൾ കൊണ്ട്, അതായത് പൂവ് കൊണ്ട് പറ നിറയ്ക്കും, അത് ഭക്തി